നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. തിരൂരങ്ങാടി വില്ലേജ് ഓഫീസ് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ വ്യാജ പരാതി നൽകിയതായി യൂത്ത് ലീഗ്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ്, തിരൂരങ്ങാടി നഗരസഭ യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് CH അബൂബക്കർ സിദ്ദിഖ് എന്നിവർക്കെതിരെയാണ് വില്ലേജ് ഓഫീസിന് പിറകുവശത്തെ കെട്ടിട ഉടമകളിൽ ഒരാളായ മൈമൂനത്ത് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നേതാക്കൾ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും പറഞ്ഞാണ് മൈമൂനത്ത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് സംരക്ഷണവും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയിൽ കേസെടുത്തിട്ടില്ലെങ്കിലും രജിസ്റ്റർ ചെയ്തു. പരാതിക്കാരിക്ക് റെസിപ്റ്റ് നൽകിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. പരാതിക്കാരിയായ മൈമൂനത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് പാർക്കിംഗ് ഒരുക്കുന്നതിന് തിരൂരങ്ങാടി വില്ലേജ് ഓഫീസ് ഭൂമി ലീസിന് നൽകുന്നതിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനും ഹൈക്കോടതിയെ സമീപിക്കുവാനിരിക്കെയാണ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കെതിരെ മൈമൂനത്ത് പരാതി നൽകിയിട്ടുള്ളത്. 5 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസിന്റെ ഭൂമിയിൽ നിന്നും വഴിക്കെന്ന വ്യാജേന ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് യൂത്ത് ലീഗ് സമരം ചെയ്തത്. 2012 അനധികൃതമായി നിർമ്മിച്ച കെട്ടിടത്തിനെതിരെ അന്നു മുതൽ വിവിധ കക്ഷികൾ സമരത്തിലുണ്ടായിരുന്നു. എന്നാൽ മറ്റെല്ലാവരും സമരത്തിൽ നിന്നും പിന്മാറിയെങ്കിലും യൂത്ത് ലീഗ് സമരത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണകളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ ബന്ധുവാണ് മൈമൂനത്ത്. ഭരണ സ്വാധീനം ഉപയോഗിച്ച് സർക്കാർ ഭൂമി കൈപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെയായിരുന്നു വിവിധ കക്ഷികൾ സമരം ചെയ്തിരുന്നത്. പലരെയും പിന്മാറ്റാൻ കെട്ടിട ഉടമയ്ക്ക് സാധിച്ചെങ്കിലും യൂത്ത് ലീഗിനെ പിന്തിരിപ്പിക്കുവാൻ കഴിയാതെ വന്നതോടെയാണ് ഈ കേസെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ അവർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവർ റെസിപ്റ്റൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ CI സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെന്താണ് പരാതി എന്ന് പോലും നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഈ വിഷയവുമായി കൂടുതൽ അന്വേഷിച്ച സമയത്ത് തിരൂരങ്ങാടി വില്ലേജ് ഓഫീസ് ഭൂമി ലീസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കെട്ടിട ഉടമ. അത് അനധികൃതമായ കെട്ടിടമാണ്. ആ കെട്ടിടത്തിനെതിരെ നിരന്തരം മുമ്പ് 2012 മുതൽ സമരം നടന്നു വരികയാണ്. എന്നാൽ സർക്കാർ ഭൂമി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് കഴിഞ്ഞ മാസം ഇലക്ഷൻ്റെ മുമ്പ് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിലേക്ക് സമരം നടത്തിയിരുന്നു. ആ സമരത്തിൻ്റെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവരെ ഫോണിലൂടെയും മറ്റൊക്കെ ഭീഷണിപ്പെടുത്തി അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെയാണ്. ഈ സ്ത്രീയെ കാണുക പോലും ചെയ്തിട്ട് പോയിട്ട് അവരെ കോണ്ടാക്റ്റ് നമ്പറോ സംഗതികളോ ഒന്നുമില്ല. ഇതിലെതിരെ പ്രതിഷേധിക്കുന്നവരെ വായടപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കള്ളക്കേസ് കൊടുത്തതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റി ഈ വിഷയത്തിൽ പോലീസിന് പരാതി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വില്ലേജ് ഓഫീസിൻ്റെ ഭൂമിയിലേക്ക് കയറിയിട്ടാണ് ഈ കെട്ടിടം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ സർവേ നടത്തുകയും സർവേ നടത്തി സർക്കാർ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോരാട്ടത്തിന് പോകും. കേസിനെ നിയമപരമായി നേരിടുമെന്നും സർക്കാർ ഭൂമി സംരക്ഷിക്കുവാനുള്ള പോരാട്ടം തുടരുമെന്നും വ്യാജ പരാതി കൊണ്ടൊന്നും യൂത്ത് ലീഗിന്റെ പോരാട്ട വീര്യത്തെ കുറയ്ക്കാനാകില്ലെന്നും തിരൂരങ്ങാടി നഗരസഭ യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് CH അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ആ ഒരു ബിൽഡിങ്ങും വില്ലേജ് ഓഫീസിൻ്റെ ലീസുമായി ബന്ധപ്പെട്ട് അനേകം സംഘടനകൾ സമരം നടത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഭൂമി അത് ചെമ്മാട്ടങ്ങാടി ഹൃദയഭാഗമാണ്. വില്ലേജ് ഓഫീസ് നിൽക്കുന്ന ഭൂമി അത് റവന്യൂ ഭൂമിയാണ്. ആ റവന്യൂ ഭൂമി പൊതുജനങ്ങളുടെ ഭൂമിയാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. അത് കഴിഞ്ഞ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു കൊണ്ടുവരികയും വലിയൊരു സമരം, ഒരു മാർച്ച് ഞങ്ങൾ സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയിട്ടുണ്ട്, താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. ആ സമരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഇത് നിയമപരമായി യൂത്ത് ലീഗ് നേരിടും. അതിന് ഏതറ്റം വരെ ഞങ്ങൾ പോകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. അത് ആ പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കേസ്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അത് തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് മുമ്പായപ്പോൾ ആളുകൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട നാടകമായിട്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ തിരൂരങ്ങാടിയിലെ മുഴുവൻ ജനങ്ങൾക്കും അത് യാഥാർത്ഥ്യമുള്ള കേസാണെന്നുള്ളതും
അത് യൂത്ത് ലീഗ് അതിൻ്റെ കൃത്യമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതും തെളിവാണ് ഈ കേസ്. ഇങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനൊന്നും യൂത്ത് ലീഗിനെ ചെയ്യാൻ ഇവർക്ക് സാധിക്കുമൊന്നുമില്ല. അങ്ങനെ ഭയപ്പാട് കണ്ടിട്ട് ഞങ്ങൾ പിൻവലിഞ്ഞു പോകുന്ന സംഘടന ഒന്നുമല്ല യൂത്ത് ലീഗ്. ഈ കേസുമായി ശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത്തരത്തിൽ കേസുകളൊക്കെ അതിൻ്റെ വഴിയിൽ വെച്ച് അത് കോടതിയിൽ വെച്ച് നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ നേരിടും.